ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? 7ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കും മറ്റ് പഠനപ്രവർത്തനങ്ങൾക്കുമുള്ള വിശദമായ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. കവിതയെ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Question 1. Why does the speaker sing in wonder and amazement? കവി അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടി പാടുന്നത് എന്തുകൊണ്ടാണ്? Answer. The speaker sings due to wonder and amazement at being part of the vast universe and experiencing its life and beauty. കവി അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടി പാടുന്നതിന് കാരണം താനീ വിശാലമായ പ്രപഞ്ചത്തിന്റെ ഭാഗമായതിലും അതിന്റെ ജീവിതവും സൗന്ദര്യവും അനുഭവിച്ചറിയുന്നതിനാലുമാണ്. Question 2. What do you think eternity's rushing tide means? അനശ്വരതയുടെ ആഞ്ഞടിക്കുന്ന വേലിയേറ്റം എന്നതുകൊണ്ടെന്താണ് അർത്ഥമാക്കുന്നത്? Answer. Eternity's rushing tide means the never-ending flow of time and the constant changes in the world. അവസാനിക്കാത്ത സമയത്തിന്റെ ഒഴുക്കും ലോകത്തിലെ നിരന്തരമായ മാറ്റങ്ങളുമാണ് ഇതുകൊണ്ടർത്ഥമാക്കുന്നത്. Question 3. Pick out the worldly wonders described in the poem. കവിതയിൽ വിവരിച്ചിട്ടുള്ള ലൗകിക വിസ്മയങ്ങൾ അതല്ലെങ്കിൽ ലോകാത്ഭുതങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. Answer. Worldly wonders include the sun, stars, life, grass, flower fragrance, passing time, and joy. ലൗകിക വിസ്മയങ്ങളിൽ സൂര്യൻ, നക്ഷത്രങ്ങൾ, ജീവൻ, പുല്ല്, പൂക്കളുടെ സുഗന്ധം, കടന്നുപോകുന്ന സമയം, സന്തോഷം എന്നിവ ഉൾപ്പെടുന്നു. Question 4. What maddened the poet's mind? എന്താണ് കവിയുടെ മനസ്സിനെ ഭ്രാന്തുപിടിപ്പിക്കുന്നത്? മറ്റൊരർത്ഥത്തിൽ ചോദിച്ചാല് കവി എന്തുകൊണ്ടാണ് ആഹ്ലാദം കൊണ്ട് മതിമറന്നത്? Answer. The beauty of nature, like the fragrance of flowers, the touch of grass, and the joyful gifts all around, maddened the poet's mind. പ്രകൃതിയുടെ സൗന്ദര്യം, അതായത് പൂക്കളുടെ സുഗന്ധം, പുല്ലിന്റെ സ്പർശം, ചുറ്റുമുള്ള സന്തോഷകരമായ സമ്മാനങ്ങൾ എന്നിവയെല്ലാം കവിയുടെ മനസ്സിനെ മതിമറപ്പിച്ചു. Question 5. Why does the speaker prick his ears, open his eyes and bare his heart? എന്തുകൊണ്ടാണ് കവി തന്റെ ചെവികൾ കൂർപ്പിക്കുകയും കണ്ണുകൾ തുറക്കുകയും ഹൃദയം തുറന്നുകാട്ടുകയും ചെയ്യുന്നത്? Answer. The speaker opens his senses, ears and eyes, and heart to fully experience and connect with the world and its hidden wonders. ലോകത്തെയും അതിന്റെ മറഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെയും പൂർണ്ണമായി അനുഭവിക്കാനും ബന്ധിപ്പിക്കാനും വേണ്ടി കവി തന്റെ ഇന്ദ്രിയങ്ങളും അതായത് ചെവി, കണ്ണുകൾ എന്നിവയും ഹൃദയവും തുറക്കുന്നു. Question 6. What do you think the poet means by, in the midst of the known, I have sought the unknown? അറിയുന്നതിനിടയിൽ ഞാൻ അറിയാത്തതിനെ തേടി, അതായത് പരിചിതമായതിന്റെ നടുവിലെ ഞാൻ അജ്ഞാതമായതിനെ അന്വേഷിച്ചു എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? Answer. This means the poet explores for new discoveries and deeper meanings, beyond what they already understand. ഇതിനർത്ഥം കവിക്ക് ഇതിനകം മനസ്സിലായ കാര്യങ്ങൾക്കപ്പുറം പുതിയ കണ്ടെത്തലുകൾക്കും ആഴത്തിലുള്ള അർത്ഥങ്ങൾക്കുമായി അന്വേഷിക്കുന്നു എന്നാണ്. ഈ ആൻസർ എഴുതുന്നില്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതെഴുതിയാലും മതി. The poet means he searches for deeper truths and mysteries, hidden within the familiar world around him. പരിചിതമായ ലോകത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ആഴത്തിലുള്ള സത്യങ്ങളും രഹസ്യങ്ങളും കവി അന്വേഷിക്കുന്നുവെന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. Now, let's do the activities. Activity 1. Read the following lines from another poem, The Sands of D, by Charles Kingsley. ചാൾസ് കിങ്സ്ലേസ് The Sands of D എന്ന കവിതയിൽ നിന്നും താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിക്കുക. O Mary, go and call the cattle home, and call the cattle home, and call the cattle home, across the sands of D. The phrase, and call the cattle home, is used 3 times. ഇവിടെ and call the cattle home എന്ന വാക്യം 3 തവണ ഉപയോഗിച്ചിരിക്കുന്നു. Such repetitions are called refrain. ഇത്തരം ആവർത്തനങ്ങളെ refrain എന്ന് വിളിക്കുന്നു. A refrain is a line or phrase that is repeated within the lines or stanzas. വരികൾക്കിടയിലോ ഒരു സ്റ്റാൻസക്കുള്ളിലോ ആവർത്തിക്കുന്ന ഒരു വരിയോ വാക്യമോ ആണ് refrain. Can you find out a line which is repeated in this poem? ഈ കവിതയിൽ ആവർത്തിക്കുന്ന ഒരു വരി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? Write it down. And in wonder and amazement I sing. അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടി ഞാൻ പാടുന്നു എന്ന വരി 4 തവണ ആവർത്തിക്കുന്നു. Activity 2.
What fills the speaker with wonder and amazement? എന്തിനാണ് കവിക്ക് അത്ഭുതവും ആശ്ചര്യവും തോന്നുന്നത്? The sky is full of the sun and the stars. ആകാശം സൂര്യനെയും നക്ഷത്രങ്ങളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. The universe is full of life. പ്രപഞ്ചം ജീവൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. The rushing tide of eternity felt in his blood. അനന്തതയുടെ ആഞ്ഞടിക്കുന്ന വേലിയേറ്റം കവിയുടെ രക്തത്തിലനുഭവപ്പെടുന്നു. The grass, flowers, and their fragrance maddened his mind. പുല്ലും പൂക്കളും അവയുടെ സുഗന്ധവും കവിയുടെ മനസ്സിനെ ഉന്മദനാക്കുന്നു. The gifts of gladness and joy all around. ചുറ്റും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സമ്മാനങ്ങൾ. The search for the unknown in the midst of the known. അറിയുന്നതിനിടയിൽ അറിയാത്തതിനായുള്ള അന്വേഷണം. ഇവയെല്ലാം കാരണമാണ് കവിക്ക് ആശ്ചര്യവും ആഹ്ലാദവും തോന്നുന്നത്. Activity 3. Look at the words taken from the poem. Put them in proper pairs. കവിതയിൽ നിന്ന് എടുത്ത വാക്കുകൾ ശ്രദ്ധിക്കുക. അവയെ ശരിയായ ജോഡികളാക്കുക. ശരിയായ ജോഡികളാക്കി എഴുതിയിരിക്കുന്നത് നോക്കൂ. A. Swayed, whirled. B. Flowers, fragrance. C. Grass, blades. D. Mind, maddened. E. Veins racing. Activity 4. Let us revisit the first stanza. നമുക്ക് ആദ്യത്തെ ഖണ്ഡികയിലേക്ക് തിരിച്ചുപോകാം. The sky is full of the sun and the stars. ആകാശം സൂര്യനെയും നക്ഷത്രങ്ങളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. The universe is full of life. പ്രപഞ്ചം ജീവൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Among all these I have found a place. ഇവയ്ക്കെല്ലാമിടയിൽ എനിക്കൊരു സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞു. And in wonder and amazement I sing. അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടി ഞാൻ പാടുന്നു. In the first line the initial sound S in sky is repeated in sun and stars also. ആദ്യ വരിയിൽ sky എന്നതിലെ S എന്ന ആദ്യ ശബ്ദം sun, stars എന്നിവയിലും ആവർത്തിക്കുന്നു. This repetition is called alliteration. ഈ ആവർത്തനത്തെ അനുപ്രാസം, അതായത് alliteration എന്ന് പറയുന്നു. The repetition of initial consonant sounds of a word in the same line of a poem is called alliteration. ഒരു കവിതയിലെ ഒരു വരിയിൽ ഒരു വാക്കിന്റെ ആദ്യത്തെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ശബ്ദം ആവർത്തിക്കുന്നതിനെ അനുപ്രാസം, alliteration എന്ന് പറയുന്നു. Can you find other examples from the poem? കവിതയിൽ നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? By eternity's rushing tide. Rising and falling. ഈ വരികളിൽ എന്ന ശബ്ദം ആവർത്തിക്കുന്നു. While walking in the woodlands. With my feet I have touched the blades of grass. ഈ വരികളിൽ വേണ്ടേ എന്ന ശബ്ദം ആവർത്തിക്കുന്നു. I have been startled by the flowers, fragrance ഇവിടെ ആണ് ആവർത്തിക്കുന്നത്. They have all maddened my mind ഈ വരിയിലെ ആണ് ആവർത്തിക്കുന്നത്. The gifts of gladness and joy ഇവിടെ ആണ് ആവർത്തിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.